ഉള്ളം കയ്യിൽ വരുന്ന തരിപ്പ്. നിങ്ങൾക്ക് പകൽ നേരത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് സാധനങ്ങൾ വീണു പോകുന്ന ഒരു പ്രവണത, രാത്രി സമയത്ത് കയ്യിന് തരിപ്പ് വന്ന് കൈ കുടയേണ്ടി വരുന്നൊരവസ്ഥ, കയ്യിൽ ഏതു നേരവും തരിപ്പാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയ്യിൽ തരിപ്പ് വരും. പിന്നെ കൈ ചെയ്യുന്ന ജോലി നിർത്തി വെച്ചാൽ മാത്രമേ തരിപ്പ് മാറുള്ളൂ. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കുള്ള അസുഖത്തിൻ്റെ പേര് കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കാം. കയ്യിൻ്റെ ഉള്ളിൽ കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു ടണലുണ്ട്. കയ്യിൻ്റെ വിരലുകളുടെ താഴെ കാർപ്പൽ ബോൺസ് ഉണ്ട്. അതായത് ഒരു 8 എല്ലുകളുടെ ഒരു ശൃംഖലയാണ് കാർപ്പൽ ബോൺസ്. അപ്പോൾ ഈ കാർപ്പൽ ബോൺസ് C ഷേപ്പിലാണ് അറേഞ്ച്ഡ് ആയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കണക്റ്റഡ് ആയിട്ട് ഒരു ലിഗമെൻ്റ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻറ്റ്. അപ്പോൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ കുറേ ടെൻഡൻസ് ഉണ്ട്. ഈ ടെൻഡൻസ് എല്ലാം വളരെ ഹാർഡായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് ഈ ടെൻഡൻ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഇല്ല. പക്ഷേ അതിനേക്കാട്ടിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മീഡിയൻ നെർവ്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു നെർവ്. അപ്പോൾ ഈ നെർവ് കുടുങ്ങിപ്പോകുന്നുണ്ട്, നെർവിൻ്റെ പ്രവർത്തനം കുറയും. നെർവിൻ്റെ പ്രവർത്തനം എന്താണ്? കയ്യിൻ്റെ സ്പർശനം, ഈ ഭാഗങ്ങൾ, ഞാനിപ്പോൾ തൊടുന്ന ഭാഗങ്ങളിലുള്ള സ്പർശനത്തിനെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നതാണ് ഈ മീഡിയൻ നെർവിൻ്റെ ജോലി, പ്രധാനമായിട്ടുള്ള ജോലി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത് ഈ 3 വിരലും പിന്നെ ഇതിൻ്റെ പകുതി വിരലും ദൂരമുള്ള ഭാഗങ്ങളിൽ വരുന്ന തരിപ്പാണ് നമ്മൾ ആദ്യം അനുഭവപ്പെടുന്നത്. ചെറുവിരലിലേക്ക് മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ മീഡിയൻ നെർവിൻ്റെ തരിപ്പ് ചെറുവിരലിലേക്ക് വരുന്നില്ല. കയ്യിൻ്റെ മറ്റേ ഭാഗം, പിൻഭാഗം, അവിടെ തരിപ്പൊന്നും അനുഭവപ്പെടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ് വേറെയാണ്. അപ്പോൾ മീഡിയൻ നെർവ് എന്ന് പറയുന്ന നെർവ് കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ കാർപ്പൽ ടണലിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കുടുങ്ങിപ്പോകാൻ എന്താ കാരണം? പല കാരണങ്ങളുണ്ട്, 10-25 കാരണങ്ങളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ തൈറോയ്ഡ് ഡിസീസാണ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് കുറവുള്ള ഒരവസ്ഥ. സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതുപോലെ തന്നെ തൈറോയ്ഡും സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത്. പിന്നെ മെക്കാനിക്കൽ വർക്ക്, ഹെവി വർക്ക് ചെയ്യുന്ന ഒരാൾ, ജിമ്മിൽ പോകുന്ന വ്യക്തി, റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കാർപ്പൻട്രി, അല്ലെങ്കിൽ സ്വർണ്ണപ്പണി, സർജൻസ്, എന്നെപ്പോലെ സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്ക്, എല്ലാവരും തന്നെ നമ്മൾ കൈ കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഹോൾഡ് ചെയ്യേണ്ട ഒരവസ്ഥ, വൈബ്രേഷൻ ടൂൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഇവർക്കെല്ലാം തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം വരും. കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉപയോഗിച്ചാണ്. പലപ്പോഴും ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഓർത്തോപെഡിക് സർജനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ആണ് നിങ്ങളെടുത്ത് ഡയഗ്നോസ് ചെയ്യുക. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാർപ്പൽ ടണൽ എത്രമാത്രം കംപ്രസ്ഡ് ആണ്, മീഡിയൻ നെർവ് എത്രമാത്രം കംപ്രസ്ഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇതിന് 5 സ്റ്റേജായിട്ട് പിരിക്കാം. സ്റ്റേജ് 1 എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു കംപ്രഷനാണ്. സ്റ്റേജ് 5 എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ള ഒരു കംപ്രഷൻ വന്ന് നെർവ്, ഞരമ്പ് പല ഭാഗങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് സ്റ്റേജ് 5. സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 വരെ നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റും. കൈയിൻ്റെ എക്സസൈസുകൾ, കൈ പരിപൂർണമായിട്ട് പാദത്തിന് നിവർത്തുന്ന എക്സസൈസുകൾ, മടക്കുന്ന എക്സസൈസുകൾ, കാർപ്പൽ ടണലിനെ കംപ്ലീറ്റ്ലി മൊബിലൈസ് ചെയ്യുന്ന എക്സസൈസുകൾ, സ്ക്വീസ് എക്സസൈസുകൾ. അപ്പോൾ ഇങ്ങനെ പല എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട് ഗ്രേഡ് 1, ഗ്രേഡ് 2 കാർപ്പൽ ടണലിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. റെസ്റ്റ് എന്ന് പറയുന്നതും ഒരു വകയായിട്ടുള്ള ഒരു കൂട്ടത്തിൽ വരുന്ന ട്രീറ്റ്മെൻറ്റാണ്. കയ്യിന് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുത്താലും കാർപ്പൽ ടണൽ സിൻഡ്രോം ഒരു പരിധി വരെ ഭേദം വരും. റെസ്റ്റ് കൊടുക്കാൻ പഴയ കാലത്ത് നമ്മൾ പ്ലാസ്റ്റർ കൊടുത്തിരുന്നു, ഇപ്പോൾ ബെൽറ്റുകൾ അവൈലബിൾ ആണ്, സ്പ്ലിൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിലൊക്കെ കാർപ്പൽ ടണൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 3, സ്റ്റേജ് 4 ആൻഡ് സ്റ്റേജ് 5 പലപ്പോഴും ഓപ്പറേഷനുകൾ വേണ്ടി വരും. കാർപ്പൽ ടണൽ സിൻഡ്രോം സർജറി എന്താണ്? കയ്യിൻ്റെ ഈ ഭാഗങ്ങളിൽ നമ്മൾ തരിപ്പിക്കും, ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ച് തരിപ്പിക്കും. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ തുറന്നിട്ട് ഉള്ളിലുള്ള ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻറ്റിനെ കട്ട് ചെയ്തിട്ട് കാർപ്പൽ ടണലിനെ ഫ്രീ ആക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് സർജറി. ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് ഓപ്പൺ സർജറിയാണ്. താക്കോൽ ദ്വാരയിൽ ചെയ്യുന്ന സർജറി ഉണ്ട്, എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ സർജറി. അതിൻ്റെ മുറിവ് ഇവിടെയല്ല വരുന്നത്, അതിന് പകരം ഇവിടെയാണ് വരുന്നത്. റിസ്റ്റിൻ്റെ ക്രീസിലാണ് മുറിവ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഏകദേശം 5 മില്ലിമീറ്ററും അല്ലെങ്കിൽ 7 മില്ലിമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ മുറിവിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല മുറിവ് ഉണങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓപ്പൺ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് മുറിവ് അമർത്തുമ്പോൾ ഒരു വേദന ഉണ്ടാവും. എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ സിൻഡ്രോം ഈ മുറിവിൻ്റെ തഴമ്പിന് കാര്യമായിട്ട് വേദനകളൊന്നും ഉണ്ടാവില്ല. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് ഓപ്പൺ കാർപ്പൽ ടണലും എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണലും. ഓപ്പൺ കാർപ്പൽ ടണലായാലും എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണലായാലും റിസൾട്ട് ഒന്ന് തന്നെയാണ്. ഓപ്പൺ കാർപ്പൽ ടണൽ സിൻഡ്രോം സർജറിയിൽ തഴമ്പിൻ്റെ വേദന ഒരു 3 മുതൽ 6 മാസം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത എൻഡോസ്കോപ്പിക് സർജറിയിൽ ഇല്ല. അതാണ് ഏക വ്യത്യാസം. ഓപ്പൺ കാർപ്പൽ ടണൽ സർജറിയിൽ നമ്മൾ തുറന്ന് ലിഗമെൻറ്റിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ സർജറിയിൽ ഈ കാർപ്പൽ ടണലിൻ്റെ ഉള്ളിലേക്ക് 4 മില്ലിമീറ്റർ വണ്ണമുള്ള ഒരു ടെലസ്കോപ്പ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അത് അറ്റാച്ച് ടു ക്യാമറയാണ്. ഉള്ളിൽ നിന്ന് കാർപ്പൽ ടണലിൻ്റെ റിലീസ് ചെയ്യുന്ന സർജറിയാണ് എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ സർജറി.
കാർപ്പൽ ടണൽ സർജറി എന്തിന് ചെയ്യണം? തരിപ്പല്ലേ, അത് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് പല പ്രോബ്ലംസും ഉണ്ട്. സ്റ്റേജ് 5 കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞരമ്പിന് കേടുവന്ന ഒരവസ്ഥയാണ്. തരിപ്പ് ഒരിക്കലും ഓപ്പറേഷൻ ചെയ്താലും മുഴുവനായി മാറില്ല. അതുമാത്രമല്ല, കയ്യിൻ്റെ പത്തിയിലെ ഈ മസിലും മെലിഞ്ഞു പോകും. നമ്മളിവിടെ എല്ല് കാണുന്നില്ല, പക്ഷേ ഗ്രേഡ് 5 കാർപ്പൽ ടണലിൽ ഈ മസിലൊക്കെ കേടുവന്ന് പോയിട്ട് എല്ല് കാണാൻ തുടങ്ങും. ഈ മസിൽ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും, ഞരമ്പ് കേടുവന്നതുകൊണ്ട്. സോ പിന്നെ ഈ മസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിരലിനെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഈ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ കയ്യിൻ്റെ പരിപൂർണ്ണ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 5. അപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾ കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ ചികിത്സിക്കണം. കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ ചികിത്സിച്ചാൽ മാത്രം പോരാ, ഇതിന് കാരണമായിട്ടുള്ള വേറെ അസുഖങ്ങളുണ്ട്. തൈറോയിഡ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നിങ്ങളുടെ ജോലി, ഇതെല്ലാം തന്നെ ചെറിയ രീതിയിൽ ചികിത്സിക്കുകയോ മാറ്റങ്ങൾ വരുത്തുകയോ വേണം. കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണോ ഇല്ലയോ എന്നും കൂടി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു അതേഴ്സ്. താങ്ക് യു.